ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ടീ കേക്കാണ് ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ബേക്കിംഗ് മോൾഡോ ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഓവൺ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചെറുപഴവും ഒക്കെയാണ്. ചെറുപഴം വെച്ചിട്ടൊക്കെ ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കേക്കാണ് കേട്ടോ ഇത്. അതുപോലെ നല്ല സോഫ്റ്റാണ്. ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് മോൾഡോ ഒന്നും വേണ്ട. നമ്മൾ വീട്ടിലുള്ള സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ്. കേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് മോൾഡ് എടുത്തിട്ട് ഗ്രീസ് ചെയ്ത് വെക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമുണ്ട്. ആ ഒരു പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ബേക്കിംഗ് മോൾഡൊന്നും ഇല്ലാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും അലൂമിനിയം പാത്രമോ റൗണ്ടിലുള്ള ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല, ആ രീതിയിലുള്ളൊരു മോൾഡ് എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. എൻ്റെ മുന്നത്തെ കേക്ക് വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും. കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗവും ഒക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ A4 പേപ്പറിൽ അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. ബട്ടർ പേപ്പറൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയാത്തത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നല്ല വടിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു കപ്പ് മൈദ വടിച്ചിട്ട് ഞാനൊരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ചെറിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 2 ഗ്ലാസ് മൈദ എടുക്കാം. ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു കപ്പ് മൈദ അരിപ്പയിലൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ ചിലർക്ക് അറിയാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പക്കാരം, അപ്പസോഡ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ. അത് അപ്പക്കാരം എന്നൊക്കെ പറയുന്ന ആ സംഭവമാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അത് 1/2 ടീസ്പൂണും പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഇത് എല്ലാ ഭാഗത്തേക്കും ആ ബേക്കിംഗ് സോഡയൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡയ്ക്ക് പകരമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബേക്കിംഗ് സോഡ മാത്രം ഇട്ടിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ കാരണം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വിസ്ക് ഇല്ലാത്തൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറുപഴം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ പഴമാണ്. അപ്പോൾ ഇത് 8 എണ്ണം വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ 8 എണ്ണം എടുക്കേണ്ട, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്നൊരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. നല്ല പഴുത്ത പഴമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഉടച്ചെടുത്താൽ തന്നെ മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ ചെറുപഴമൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. റോബസ്റ്റ പഴം വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. ചെറുപഴം തന്നെ വേണമെന്നില്ല. പിന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ട മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 3 or 4 ഏലക്ക. അപ്പോൾ ഞാൻ 3 ഏലക്കായാണ് ചേർത്തത്. അപ്പോൾ ഏലക്കായ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാനില എസൻസ് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏലക്കായ ചേർത്ത് കൊടുത്തത്. അപ്പോൾ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പഞ്ചസാര ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര കൂടെ അതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലാസ്സിനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ കപ്പൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവരും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്നവരല്ല, അപ്പോൾ ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവുമെന്നാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് കപ്പിൽ കാണിക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിന് 1/4 കപ്പ്, നമ്മൾ 1/4 ഗ്ലാസ് എടുക്കുക. അങ്ങനെ 1/4 കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ പഴത്തിൻ്റെ മിക്സ് നമ്മൾ ഉടച്ചെടുത്തില്ല, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം അത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മുട്ടയും പാലിൻ്റെ മിക്സും ഓയിലിൻ്റെ മിക്സും ആ ഒരു പഴത്തിൽ നന്നായിട്ട് കമ്പൈൻ ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം
ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നമ്മൾ ആദ്യം അരിച്ചെടുത്തിട്ടുള്ള അത് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നാൽ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കുത്തി ഇളക്കരുത്. ഇങ്ങനെ ജസ്റ്റ് മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നല്ല സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നു വേണം, ജസ്റ്റ് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ബാക്കിയുള്ളതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറുത്ത മുന്തിരിയാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്, ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് അതല്ലാന്നുണ്ടെങ്കിൽ ബദാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആ എയർ ബബിൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം മേലെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ആ കറുത്ത മുന്തിരി തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫസ്റ്റത്തെ 2 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റത്തെ 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിടുക. പിന്നത്തത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ടോട്ടൽ 45 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ബേക്കായി കിട്ടും. പിന്നെ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഒരു 45 മിനിറ്റ് എന്തായാലും ഇതിന് വരും കേട്ടോ, എടുക്കും കേട്ടോ ടൈം. അപ്പോൾ ഇതുപോലത്തെ പാത്രമൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഏത് മോൾഡിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ പാത്രം സ്റ്റീൽ പാത്രം തന്നെ വേണമെന്നില്ല, അതുപോലെ ഓവളിൽ ചെയ്തെടുക്കാം, നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കാണിക്കുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടി പിടിക്കുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് തണുത്തിട്ടൊന്നുമില്ല കേട്ടോ. അതിന് മുമ്പ് കുട്ടികളൊക്കെ തിരക്ക് കൂട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും അടിയൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ആവി പറക്കുന്നുണ്ട് ഈ ഒരു കേക്ക്. ഞാൻ ഈ ചൂടോട് കൂടെ തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. ചൂടോട് കൂടെയാലോ അല്ലെങ്കിൽ തണുത്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലൊരു കേക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ചെറുപഴം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത് സക്സസ് ആയപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നിയപ്പോൾ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ കേക്ക് ഇരിക്കുന്നതെന്ന്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറുപഴമൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറുപഴം മാത്രം ആക്കേണ്ട, റോബസ്റ്റ പഴം വെച്ചിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഒരു മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുട്ടയുടെ ആ ഒരു ടേസ്റ്റൊന്നും വല്ലാണ്ട് ഈ ഒരു കേക്കിന് വരികയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.